ഇന്ത്യൻ ക്രിക്കറ്റിലെയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളിലെയും വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാരുടെ നിരയിലെ പ്രധാന ചർച്ചാ വിഷയമാണ് സഞ്ജു സാംസണും ഋഷഭ് പന്തും. ഇരുവരും അത്യധികം കഴിവുള്ളവരാണെങ്കിലും ഒരാൾക്ക് കൂടുതൽ മത്സരങ്ങളിൽ അവസരം ലഭിക്കുമ്പോൾ മറ്റൊരാൾ പുറത്തിരിക്കേണ്ടി വരുന്നത് ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ വലിയ തർക്കങ്ങൾക്ക് വഴിവെക്കാറുണ്ട്. ഋഷഭ് പന്ത് ടെസ്റ്റ് ക്രിക്കറ്റിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കുമ്പോൾ പരിമിത ഓവർ ക്രിക്കറ്റിലും കിപ്പിംഗിലും സഞ്ജുവാണ് കൂടുതൽ മികച്ചവനെന്ന് കണക്കുകളും പ്രകടനങ്ങളും സൂചിപ്പിക്കുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് പന്തിന് മുൻഗണന ലഭിക്കുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ്. ഋഷഭ് പന്തിന്റെ ഏറ്റവും വലിയ ശക്തി ടെസ്റ്റ് ക്രിക്കറ്റാണ്. ടെസ്റ്റ് ഫോർമാറ്റിൽ അദ്ദേഹത്തിന്റെ റെക്കോർഡുകൾ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്ന നിലയിൽ ശ്രദ്ധേയമാണ്. ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട് തുടങ്ങിയ വിദേശ പിച്ചുകളിൽ മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സുകൾ കളിച്ചുകൊണ്ട് പന്ത് തന്റെ കഴിവ് തെളിയിച്ചു. 43 മുകളിൽ ബാറ്റിംഗ് ശരാശരിയും 70 മുകളിൽ സ്ട്രൈക്ക് റേറ്റും അദ്ദേഹത്തിനുണ്ട്. വിദേശ പിച്ചുകളിൽ അദ്ദേഹം നേടിയ സെഞ്ചുറികളും ഗാബയിലെ ചരിത്ര വിജയം ഉൾപ്പെടെയുള്ള മികച്ച ഇന്നിംഗ്സുകളും പന്തിനെ ടെസ്റ്റ് ഫോർമാറ്റിലെ 1-ാം നമ്പർ വിക്കറ്റ് കീപ്പറാക്കി മാറ്റുന്നു. സമ്മർദ്ദഘട്ടങ്ങളിൽ പന്ത് കാഴ്ചവെക്കുന്ന പ്രകടനങ്ങൾ പലപ്പോഴും ടീമിന് വിജയം നേടിക്കൊടുത്തിട്ടുണ്ട്. ഈ ഫോർമാറ്റിൽ സഞ്ജു സാംസണ് ഇതുവരെ അവസരം ലഭിച്ചില്ല എന്നതിനാൽ ടെസ്റ്റിൽ പന്തിന്റെ മികവിനെ ചോദ്യം ചെയ്യാനാവില്ല. എന്നാൽ പരിമിത ഓവർ ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ ചിത്രം മാറുന്നു. പ്രത്യേകിച്ച് T20 ഫോർമാറ്റിൽ സഞ്ജു സാംസൺ സ്ഥിരതയിലും പ്രഹരശേഷിയിലും പന്തിനേക്കാൾ മുന്നിലാണെന്ന് കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നു. അന്താരാഷ്ട്ര T20 മത്സരങ്ങളിൽ ഋഷഭ് പന്തിന് മികച്ച അവസരങ്ങൾ ലഭിച്ചിട്ടും അദ്ദേഹത്തിന് ശരാശരി 23-ൽ താഴെയാണ്. സ്ട്രൈക്ക് റേറ്റ് 127-അടുത്തും. എന്നാൽ താരതമ്യേന കുറഞ്ഞ അവസരങ്ങൾ മാത്രം ലഭിച്ച സഞ്ജു സാംസൺ കുറച്ചുകൂടി മെച്ചപ്പെട്ട ശരാശരിയും 133 മുകളിൽ മികച്ച സ്ട്രൈക്ക് റേറ്റുമുണ്ട്. ഒരു T20 ബാറ്റ്സ്മാന് നിർണായകമായി കണക്കുകളിൽ സഞ്ജു തന്നെയാണ് മുന്നിൽ. ഇനി IPL പ്രകടനം പരിഗണിച്ചാൽ സഞ്ജു സാംസൺ സ്ഥിരമായി 30 മുകളിൽ ശരാശരിയും 139 മുകളിൽ സ്ട്രൈക്ക് റേറ്റും നിലനിർത്തി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. രാജസ്ഥാൻ റോയൽസിനായി ക്യാപ്റ്റൻ എന്ന നിലയിൽ പോലും അദ്ദേഹം ബാറ്റിംഗിൽ മികച്ചു നിന്നിരുന്നു. പന്തിന് ഉയർന്ന സ്ട്രൈക്ക് റേറ്റ് ഉണ്ടെങ്കിലും കൂടുതൽ മത്സര പരിചയം സഞ്ജുവിന് തന്നെയാണ്. പരിമിത ഓവർ ക്രിക്കറ്റിൽ പ്രത്യേകിച്ചും മധ്യനിരയിൽ കളിച്ച് ഫിനിഷ് ചെയ്യാനും വലിയ ഷോട്ടുകൾ കളിക്കാനുമുള്ള സഞ്ജുവിന്റെ കഴിവ് പന്തിനേക്കാൾ മികച്ചതാണ്. വിക്കറ്റ് കീപ്പിംഗിന്റെ കാര്യത്തിൽ പന്തിന്റെ ടെസ്റ്റ് കീപ്പിംഗ് മെച്ചപ്പെട്ടിട്ടെങ്കിലും പരിമിത ഓവർ ഫോർമാറ്റിൽ സഞ്ജുവിന് തന്നെയാണ് സ്വാഭാവികമായ മികവുള്ളത്. T20 ഏകദിന ഫോർമാറ്റുകളിൽ വേഗത്തിൽ ചലിക്കുന്ന പന്തുകൾ കൈകാര്യം ചെയ്യുന്നതിലും സ്റ്റംപിങ്ങിലും സഞ്ജു കൂടുതൽ വേഗതയും സ്ഥിരതയും കാണിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ കീപ്പിംഗ് ടെക്നിക്കുകൾ കൂടുതൽ മികച്ചതാണെന്ന് പല ക്രിക്കറ്റ് വിദഗ്ധരും അഭിപ്രായപ്പെട്ടിട്ടുമുണ്ട്. സഞ്ജുവിന്റെ കീപ്പിംഗ് പിഴവുകൾ പൊതുവെ കുറവാണ്. പന്തിന്റെ പരിമിത ഓവർ കീപ്പിംഗ് പ്രകടനത്തെക്കുറിച്ച് പലപ്പോഴും ചോദ്യങ്ങൾ ഉയർന്നിട്ടുമുണ്ട്. പരിമിത ഓവറിൽ സഞ്ജുവിന്റെ മെച്ചപ്പെട്ട പ്രകടനം നിലനിൽക്കെ ഋഷഭ് പന്തിന് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നതിന് പിന്നിൽ നിരവധി ഘടകങ്ങളുണ്ട്. ഒന്ന്, മാച്ച് വിന്നിംഗ് ഇമ്പാക്റ്റ്. പന്തിന്റെ ടെസ്റ്റ് പ്രകടനങ്ങൾ അവിസ്മരണീയമാണ്. ഒരു കളിക്കാരന്റെ ഏറ്റവും വലിയ ഫോർമാറ്റിലെ ഈ അസാധാരണ പ്രകടനങ്ങൾ സെലക്ടർമാർക്കൊരു പരിരക്ഷ നൽകുന്നു. എല്ലാ ഫോർമാറ്റിലും അദ്ദേഹത്തിന് തുടർച്ചയായി അവസരം നൽകുന്ന വഴി ടെസ്റ്റിലെ ആത്മവിശ്വാസം മറ്റു ഫോർമാറ്റുകളിലും കൊണ്ടുവരാൻ ടീം മാനേജ്മെന്റ് ശ്രദ്ധിക്കുന്നതായി കാണാം. മറ്റൊന്ന്, ഇടംകയ്യൻ താരം. ഇന്ത്യൻ ടോപ്പ് ഓർഡറിൽ വലംകയ്യൻ ബാറ്റ്സ്മാൻമാർ കൂടുതലായതിനാൽ മധ്യനിരയിലെ ഇടംകയ്യൻ സാന്നിധ്യം ടീമിന്റെ ബാലൻസിന് അത്യാവശ്യമാണ്. പന്തിന് സ്വാഭാവികമായ ഇടംകയ്യൻ ബാറ്റ്സ്മാനാണ്. മുൻഗണനയും പിന്തുണയും. പന്തിന് ലഭിച്ച തുടർച്ചയായ അവസരങ്ങളും ടീം മാനേജ്മെന്റിന്റെ ശക്തമായ പിന്തുണയും അദ്ദേഹത്തെ ടീമിലെ അനിഷേധ്യ ഘടകമാക്കി മാറ്റി. താരതമ്യേന കുറഞ്ഞ അന്താരാഷ്ട്ര മത്സര പരിചയം മാത്രമുള്ള സഞ്ജുവിന് പന്തിനോളം അവസരങ്ങൾ ലഭിക്കാത്തത് അദ്ദേഹത്തിന്റെ കരിയറിന് വലിയ വെല്ലുവിളിയാണ്. അപകടത്തിന് ശേഷമുള്ള തിരിച്ചുവരവ്. പന്തിന് സമീപകാലത്തെ വലിയ അപകടവും അതിനുശേഷമുള്ള തിരിച്ചുവരവും അദ്ദേഹത്തിന് ടീമിലൊരു പ്രത്യേക പരിഗണന നൽകാൻ സാധ്യതയുണ്ട്. ഋഷഭ് പന്ത് ഒരു ഇതിഹാസ ടെസ്റ്റ് കളിക്കാരനാകുള്ള എല്ലാ സാധ്യതകളും തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ ഏകദിനത്തിലും T20യിലും കീപ്പിംഗിന്റെയും ബാറ്റിംഗ് സ്ഥിരതയുടെയും കാര്യത്തിൽ സഞ്ജു സാംസൺ ഒരു പടി മുന്നിലാണ്. കണക്കുകളും സമീപകാല പ്രകടനങ്ങളും സഞ്ജുവിന്റെ പരിമിത ഓവർ ഫോർമാറ്റിലെ മികവിനെ തന്നെയാണ് പിന്തുണക്കുന്നത്. എന്നിട്ടും സഞ്ജുവിന് വേണ്ടത്ര അവസരങ്ങൾ ലഭിക്കാത്തത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സെലക്ഷനിലെ ഒരു വലിയ പോരായ്മയായി കാണാം. ടെസ്റ്റ് റെക്കോർഡിന്റെ ബലത്തിൽ മാത്രം പരിമിത ഓവർ ഫോർമാറ്റിൽ അവസരം നൽകുന്നത് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിവുള്ള സഞ്ജുവിനെ പോലെയുള്ള കളിക്കാരോടുള്ള അനീതിയാണ്.